ഫ്രാൻസിസ് പാപ്പയുടെ നല്ല ഓർമ്മകൾ നമ്മുടെയൊക്കെ ചുറ്റും ഇപ്പോഴുമുണ്ട്. ഏറ്റവും നല്ല ഓർമ്മയായിട്ട് ഇപ്പോൾ തോന്നുന്നത് ഫ്രാൻസിസ് പാപ്പ ഒരു ആധുനിക കാലഘട്ടത്തിലെ വിശുദ്ധരെ വ്യാഖ്യാനിച്ചതാണ്. ഫ്രാൻസിസ് പാപ്പ യുവജനങ്ങളോടൊരിക്കൽ പറഞ്ഞു, എനിക്ക് വിശുദ്ധരെ വേണം. ജീൻസ് ഇടുന്ന, ടീഷർട്ട് ഇടുന്ന, പാട്ട് കേൾക്കുന്ന, ഡാൻസ് കളിക്കുന്ന, എന്നാൽ ഇതിലെല്ലാത്തിലും ക്രിസ്തുവിനെ കാട്ടിക്കൊടുക്കുന്ന വിശുദ്ധരെ എനിക്ക് വേണം. വളരെ മനോഹരമായിട്ട് ഒരു കാലഘട്ടത്തെ കുറച്ചും കൂടി ഫോർവേഡായിട്ട് ചിന്തിക്കാൻ പഠിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ മനോഹരമായ ചിന്തയാണ്. നമുക്കറിയാം, കത്തോലിക്ക സഭയിൽ ഒത്തിരി ത്യാഗം സഹിച്ച് ഒത്തിരി കർക്കശമായ നിലപാടുകൾ സ്വീകരിച്ച് വിശുദ്ധരായ പലരും സഭയിലുണ്ട്. എന്നാൽ ഫ്രാൻസിസ് പാപ്പ ഈ കാലഘട്ടത്തിനനുസരിച്ച് ചിന്തിച്ചു. പക്ഷേ ആ കാലഘട്ടത്തിൽ മാറ്റാത്തൊരു കാര്യമുണ്ട്. അതാണ് അവസാനം പറഞ്ഞു നിർത്തിയത്, ഇതിലെല്ലാത്തിലും ക്രിസ്തുവിനെ കാണുന്ന വിശുദ്ധരെ എനിക്ക് വേണം. ഇതാണ് കത്തോലിക്ക സഭയുടെ അടിസ്ഥാനം. നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും ചിന്തിച്ചോളൂ, കാലത്തിനനുസരിച്ച് മാറിക്കോളൂ, കാലത്തിനനുസരിച്ച് നിങ്ങളുടെ തീരുമാനങ്ങൾ എടുത്തോളൂ. പക്ഷേ എന്തു തന്നെ എടുത്താലും എന്തു തന്നെ ചിന്തിച്ചാലും 2000 വർഷങ്ങളായി ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് മാറരുത്. ഇതിലെല്ലാത്തിലും ക്രിസ്തു ഉണ്ടാകണം. നിങ്ങൾ ചിന്തിക്കുന്ന കാര്യത്തിലും പ്രവർത്തിക്കുന്ന കാര്യത്തിലും നിങ്ങളുടെ ബോധ്യത്തിലുമൊക്കെ ക്രിസ്തു ഉണ്ടെങ്കിൽ അതെല്ലാം ശരികളായി തന്നെ മാറും. ഇതാണ് കത്തോലിക്ക സഭയുടെ അടിസ്ഥാനം. ക്രിസ്തുവിനെ മാറ്റി നിർത്തി ഒന്നും തന്നെ സാധിക്കുകയില്ല. ഇന്നത്തെ ഗോസ്പലിൽ വളരെ മനോഹരമായിട്ട് യേശു ഒരു വാക്ക് പറയും, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിത്യജീവൻ ലഭിക്കും. വളരെ കൃത്യമായ വാക്കാണ്. ഇനി അതിനൊരു ചോദ്യം നമ്മൾ ചോദിക്കണം, ആരെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ? ജോണിൻ്റെ ഗോസ്പലിൽ 6ാമത്തെ പാസേജ് മുഴുവനും വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ആരെ വിശ്വസിക്കണമെന്നുള്ള ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ, അത് ക്രിസ്തു എന്നാണ്. ആ ക്രിസ്തുവിനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് നിത്യജീവൻ ഉണ്ടാകും. പ്രിയമുള്ളവരെ, ഈ ക്രിസ്തുവിനെ മാറ്റി നിർത്തി എന്തും നേടാമെന്ന് ആരും ചിന്തിക്കരുത് എന്നൊരു ബോധ്യം ഇന്നത്തെ ഗോസ്പൽ പാസേജ് നമുക്ക് നൽകും. നമ്മളൊക്കെ ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ്, കണ്ണും പൂട്ടി ക്രിസ്തുവിനെ ധ്യാനിക്കുവാനും ക്രിസ്തുവിനെ ചേർത്ത് പിടിക്കാനും കഴിയുന്നവർക്ക് ക്രിസ്തുവിൽ നിന്ന് ലഭിക്കുന്നതൊക്കെ ഏറ്റവും മനോഹരമായ ചിന്തയ്ക്കപ്പുറമുള്ള കാര്യങ്ങളാണ്. മരണാനന്തര ശുശ്രൂഷയിൽ പുരോഹിതൻ പറയുന്നൊരു വാക്കുണ്ടല്ലോ, ചിന്തയ്ക്കതീതമായ ഒരു ലോകത്തിലേക്ക് ഞങ്ങളെ ആനയിക്കുമ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നൊരു വാക്ക്. അതായത് ഈ ഭൂമിയിലെ എല്ലാ യാത്രയ്ക്കപ്പുറവും ചിന്തയ്ക്കതീതമായ ഒരു ലോകമുണ്ട്. ആ ലോകത്തിലേക്ക് ആനയിക്കപ്പെടാനാണ് നമ്മൾ ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമാണ്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് അത് വളരെ എളുപ്പവുമാണ്. നമ്മളെല്ലാവരും ക്രിസ്തുവിൽ ഫോക്കസ്ഡ് ആയിരിക്കണം. അറിഞ്ഞ ക്രിസ്തുവിനെ പ്രഘോഷിച്ചില്ലെങ്കിൽ, അറിഞ്ഞ ക്രിസ്തുവിനെ അനുഭവിച്ചില്ലെങ്കിൽ, അറിഞ്ഞ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ പിന്നീട് കാര്യങ്ങളൊക്കെ എങ്ങനെ ശരിയാകും? നിങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉറപ്പാണ്. ഈ ഉറപ്പാണ് നമ്മളെ കൂടുതൽ സഹായിക്കേണ്ടത്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വീണ്ടും ജനിക്കും യേശു ക്രിസ്തുവിൽ നാം ജീവിക്കും. ആഹാ, ക്രിസ്തുവിൽ നാം മരിക്കും. ക്രിസ്തുവിൽ നിത്യം ജീവിക്കും. ഓഹോ, ക്രിസ്തുവിൽ, യേശു ക്രിസ്തുവിൽ, ക്രിസ്തുവിൽ, യേശു ക്രിസ്തുവിൽ. ക്രിസ്തുവിൽ ജീവിക്കാം, പുതു സൃഷ്ടിയാകാം. ക്രിസ്തുവിൽ, യേശു ക്രിസ്തുവിൽ, ക്രിസ്തുവിൽ, യേശു ക്രിസ്തുവിൽ.
ഉയർക്കും, നിത്യരാജ്യത്തെ നാം ഉയർക്കും. ക്രിസ്തുവിൽ ജീവിക്കും, പുതുദേഹം ക്രിസ്തുവിൽ, യേശു ക്രിസ്തുവിൽ, ക്രിസ്തുവിൽ, യേശു ക്രിസ്തുവിൽ, ക്രിസ്തുവിൽ വീണ്ടും ജനിക്കും. യേശു ക്രിസ്തുവിൽ നാം ജീവിക്കും. ആഹാ, ക്രിസ്തുവിൽ നാം മരിക്കും. ക്രിസ്തുവിൽ നിത്യം ജീവിക്കും. ഓഹോ, ക്രിസ്തുവിൽ, യേശു ക്രിസ്തുവിൽ, ക്രിസ്തുവിൽ,